ശരിക്കും മാത്യുവിനെ ലവ്ലിയിലോട്ട് അട്രാക്ട് ചെയ്ത എന്താണ്? ഈച്ച ഈച്ച തന്നെയാണ് അതിനകത്ത് attract ചെയ്തത്. എന്നത് ഞങ്ങൾ വീഡിയോ കോളിലാണ് ഞാൻ പറഞ്ഞ അലിയോക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആക്ച്വലി ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ. അല്ല, കേക്ക് ഉണ്ടാക്കുന്നതിന്റെ നറേഷനാണ് ഇന്ന് നമ്മൾ ഒരു ഇതിൽ വിസ്ക് എടുത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴും നമ്മൾ ആ കഥ വെച്ച് നമ്മൾ നട്ടാൻ മുളയ്ക്കാത്ത നുണയാണ്. അതിനകത്തേക്ക് അവർക്ക് പിന്നെ നമുക്ക് വിഷ്വൽ അതിരുകളില്ല. അനിമേഷനിലോട്ടോ അങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തും വേണം ചെയ്യാം. അപ്പം മാത്യുവിനെ കുറെ നേരം കെട്ടി തൂക്കിയിട്ട് അതിട്ട് പറപ്പിച്ചു. ഒന്നും നോക്കിയില്ല, ഓടിക്കോളാൻ പറഞ്ഞു, പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അത് ഒരു കൊളാബറേറ്റീവ് പ്രോസസ്സ് തന്നെയായിരുന്നു. ആഷികേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എല്ലാരും വന്ന് ഇന്നൊരു ഈച്ചയ്ക്ക് ഒരു മൂമെന്റ് കൊടുക്കും നമ്മള്. ഈച്ച ഇവിടെ നിന്ന് ഈ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോവായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സഡൻ ഈച്ച പിന്നെ ഒരു സ്ഥലത്ത് നിൽക്കില്ലല്ലോ. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ ഷൂട്ടിംഗ് കൺവീനിയൻസിന് വേണ്ടി അങ്ങനെ ചെയ്യാനും പറ്റില്ല. സംസാരിക്കാൻ പറ്റില്ല. എന്നാൽ ഇതൊരു 100% നമ്മൾ പറയുന്ന പോലെ ഒരു പ്രകൃതി സിനിമ എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ നാട്ടുമ്പുറം ഡയലോഗുകളൊന്നും അല്ല. കാരണം ഇതൊരു ടൂൺ ടൗണിൽ ആക്ച്വലി ഒരു അനിമേഷൻ ക്യാരക്ടറുണ്ട്. അത്രയധികം മേക്ക് ബിലീഫ് കൊടുത്താൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ കൂടെ കാണേണ്ട ഒരു സിനിമ, കംപ്ലീറ്റ്ലി മേഡ് ബിലീവ് സിനിമയും കൂടെയാണ്. ആ മേക്ക് ബിലീവ് സിനിമയും കൂടെയാണ്. പറഞ്ഞ ഒരു ഈച്ച വന്ന് നമ്മളോട് സംസാരിക്കുക. ഞാൻ എന്തോ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ആള് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നാണ് ഇന്നൊരു പടത്തിന് വേണ്ടിയാണ് ഞാൻ പറ്റിക്കാൻ നമ്മള് വിളിക്കട്ടെ. അല്ല, ആ സമയത്ത് മറ്റേ വിക്രം ഇറങ്ങി, LCU, ലോകേഷ് കനകരാജ് ഒക്കെ ഭയങ്കര സിനിമയ്ക്കും ഭയങ്കര ഹൈപ്പുള്ള സമയം. ലോകേഷ് കനകരാജ് വിജയ് ചെയ്യുന്ന അടുത്ത സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ